ഹലോ, വെരി ഗുഡ് മോർണിംഗ് ഗായ്സ്. എനിക്ക് ഇന്നലെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞൊക്കെ എത്തുന്ന സമയത്ത് നല്ല ലേറ്റായി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറേ നേരമായി അച്ഛൻ വന്ന് എഴുന്നേക്ക് വിനോ എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ എഴുന്നേറ്റു ഗായ്സ്. നേരെ ജനലിൻ്റെ അടുത്തോട്ട് പോയി എൻ്റെ പൊന്നളിയാ, ആ ഒരു സുഖം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ നേരവും വെളുത്ത് എഴുന്നേറ്റ് ആ ഒരു സൺ നമ്മളിങ്ങനെ കിസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, കുതിച്ച് വന്നു ഗൈസ്, അത് വേറെ ലെവൽ തന്നെയാണ് ഗൈസ്. അങ്ങനെ ഇവർക്കൊക്കെ എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറയാനുണ്ട്, എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും. ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങിയാൽ മതിയോ, രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യടേ എന്നൊക്കെ ആയിരിക്കും ചിലപ്പം പറയുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് തുടങ്ങാം അല്ലേ. എന്തു പറയുന്നു, ഒരാൾ രാവിലത്തെ തിരക്കിലാണ്, ചേട്ടനൊക്കെ ജോലിക്ക് പോകേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ അടുക്കളയിൽ ഓട്ടത്തിലാണ്. സോ ഞാൻ പല്ലൊക്കെ വെളുപ്പിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. ഇങ്ങനൊരു സ്വഭാവം ഉണ്ട് നിങ്ങൾക്ക്, വാഷ്റൂമിലെ മിററിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ സൗന്ദര്യം നമ്മൾ തന്നെ ആസ്വദിക്കുക എന്നുള്ളൊരു പരിപാടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫ്രഷൊക്കെ ആയി വന്നു. ഇനി ബാക്കി പരിപാടി നോക്കട്ടെ. അമ്മ ദോശ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. ഞാൻ കാപ്പി എടുത്ത് നേരെ ഉമ്മറത്തേക്ക് വരികയാണ്. ഉമ്മറത്ത് വന്ന് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ള കാര്യത്തിൽ അങ്ങ് തീരുമാനമായി. എന്തായാലും അച്ഛനെ ഇപ്പം ജോലിക്ക് കൊണ്ടുവിടണം. അപ്പം കുറച്ച് നേരം ഉമ്മറത്ത് ഇരുന്ന് ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊന്ന് പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചിരുന്നു ഗൈസ്. അച്ഛൻ റെഡി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ഛനെ കൊണ്ടുവിടണം. കുടിച്ച ഗ്ലാസ് ഒന്ന് കഴുകി വെച്ച് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട്, അമ്മയെ ഞാൻ വന്നിട്ട് ബാക്കി ദോശ ചുടാം എന്നൊരു വാക്കും കൊടുത്ത് ഞാൻ അച്ഛനെ കൊണ്ടുവിടാൻ പോവുകയാണ് ഗൈസ്. നമുക്ക് അച്ഛനെ അമ്പലത്തിൽ കൊണ്ടുവിട്ടിട്ട് വരാം. നമുക്ക് അച്ഛനെ കൊണ്ടാക്കാൻ പോകണം. അച്ഛൻ വർക്ക് ചെയ്യുന്നിടത്ത് അച്ഛനെ അങ്ങനെ ഡ്രോപ്പ് ചെയ്യണം. അപ്പം പോയിട്ട് വരാം അല്ലേ. അച്ഛൻ ഗേറ്റൊക്കെ തുറക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നാട്ടിലെ കാഴ്ചകളും നാടിൻ്റെ റോഡിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പണിക്കാരൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ കളിച്ച് വളർന്ന ഗ്രൗണ്ടാണ് ഇപ്പോഴത്തെ സ്റ്റേഡിയം. ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്നായിരുന്നു കളിക്കാറ്. അച്ഛൻ അമ്പലത്തിൽ ഇറക്കി. ഇതാണ് അമ്പലം, കീഴൂർ മഹാശിവക്ഷേത്രം. അങ്ങനെ അച്ഛനെ ഇറക്കി ഞാൻ തിരിച്ച് വീട്ടിലോട്ടേക്ക് വരികയാണ്. അപ്പം ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ച്, പണ്ടൊക്കെ ഞാൻ എങ്ങനെ ഇതിലൂടെയൊക്കെ പോയത്, സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത്. സ്കൂളെന്ന് പറയുമ്പോൾ ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്. പക്ഷേ ഇപ്പോഴും ഇങ്ങനെ ബിൽഡിങ്ങൊക്കെ വന്നു. ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പിന്നെ ഈ ഒരു വഴി, ഇത് ഞങ്ങളെ വഴിയാണ്, വീട്ടിലേക്ക് പോകുന്ന വഴി. എത്ര കാലമായി റോഡ് പാസ്സായിട്ട്, പക്ഷേ പാസ്സായ റോഡിന് ഇതിലായിട്ട് പണി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ പോകുന്ന എല്ലാ വണ്ടിക്കും കുലുക്കം മാത്രമല്ല, വണ്ടി വെടക്കായിട്ടുണ്ട്, അതെന്നെ പറയാം. ഹേയ് ബടൻ, എന്താണ് കാവലാണോ? ഒരു കുഴപ്പമില്ലല്ലോ. നിനക്കെന്ത് കച്ചേരി ഒന്നുമില്ലേ? എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയില്ലേ? വിശ്രമത്തിലായിരിക്കും. എനിക്ക് കിട്ടേണ്ടത് കിട്ടി. അങ്ങനെ വീടെത്തി ഗായ്സ്. ഞാൻ അമ്മേൻ്റെ അടുത്ത് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഞാൻ പോയി വന്നിട്ട് ബാക്കി ദോശ ചുടാം. ഇനി ദോശയിലേക്ക്. അമ്മ ഓൾറെഡി വെച്ച ദോശയാണ്. ഞാനത് മറിച്ചിടാൻ ഒരാവേശത്തിൽ പുറപ്പെട്ടതാ. ബാക്കി കാണാം ഗൈസ്. അതിനകത്ത് എനിക്ക് ദോശ ഉണ്ടാക്കാൻ അറിയില്ല എന്നല്ല, നിങ്ങൾ കാണും. അത് ആ ഒരു ടൈമിൽ അങ്ങനെ സംഭവിച്ചു പോയെന്ന് മാത്രമല്ല, അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയതാണ്. അപ്പം അങ്ങനെ സംഭവിച്ചു പോയെന്നേ ഉള്ളൂ. കണ്ടില്ലേ എൻ്റെ ആ ഒരു ദോശ പരത്തലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഗൈസ്? എത്ര വൃത്തിയായിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത് അല്ലേ. അമ്മ എൻ്റെ അടുത്ത് എന്തൊക്കെയോ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് വിനോ നീ ഇങ്ങനെയെന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് അവളത്. അങ്ങനെ ദോശയിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് സുന്ദരക്കുട്ടപ്പനാക്കി മറച്ചിട്ടു ഞാൻ. യെസ്, ഇനി കുറച്ച് മാവും കൂടെ ബാക്കിയുണ്ട്. ഗോതമ്പ് ദോശയാണ് കേട്ടോ ഗൈസ്, ഗോതമ്പ് ഹെൽത്തി യാ. അപ്പം കുറച്ചുകൂടെ ബാക്കി ഇതേ ഉള്ളൂ. നമ്മൾ അങ്ങനെ തന്നെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദോശക്കല്ലിലേക്ക് അങ്ങോട്ട് ഒഴിക്കാം. എന്നിട്ട് ലാസ്റ്റ് പരത്തലങ്ങടങ്ങ് പരത്താം. എന്ത് പറയുന്നു? യെസ്, നല്ല മനോഹരമായ രീതിയിൽ ഞാനതിനെ ഇങ്ങനെ പരത്തി ഗൈസ്. ദോശയ്ക്ക് നമുക്കിന്ന് സ്പെഷ്യലായിട്ട് കടലക്കറിയാണ്. അപ്പോൾ കടലക്കറിയും കാര്യങ്ങളൊക്കെ ഞാൻ കുഞ്ഞു പാത്രത്തിലേക്കാക്കി. ചേട്ടനൊക്കെ പോകുന്നതുകൊണ്ട് ചേട്ടനൊക്കെ രാവിലെ നേരത്തെ കഴിച്ചു. അപ്പം ഞാൻ കുറച്ച് കടലക്കറിയൊക്കെ എടുത്ത് ഞാനും ഇരുന്നങ്ങോട്ട് കഴിച്ചു. അങ്ങനെ ആ ദോശയും കടലയും കൂടെ ഒരു പിടുത്തവും പിടിച്ച് എൻ്റെ പൊന്ന് സാറേ ആ ഒരു വിശപ്പ് അങ്ങോട്ട് അടക്കി. എന്താ സുഖം. അങ്ങനെ ദോശ ഉണ്ടാക്കലും തിന്നലൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും റൂമിലോട്ടേക്ക് വന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ കിടക്കാമെന്ന് കരുതി അങ്ങനെ കിടന്നു. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോനെ വെയിറ്റ് ചെയ്യുക. ടാറ്റ. ഇനി ബാക്കി എന്തെങ്കിലും പണിയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ബൈ.